എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും യഹൂദരും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈ യഹൂദർ ഈശോയോട് പറയുകയാണ്, നീ ഞങ്ങൾ എത്ര നാളിങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കും, നീ ക്രിസ്തു ആണെങ്കിലും കൃത്യമായിട്ട് ഞങ്ങളോട് പറയുക എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, എന്നിട്ടും ഈ യഹൂദർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈശോ ഇവരോട് പറയുകയാണ്, എന്റെ ആട്ടിൻകൂട്ടത്തിൽ പെട്ടവരല്ല നിങ്ങൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്വരം ശ്രവിക്കുമായിരുന്നു, അല്ലെ? ആട്ടിൻകൂട്ടത്തിലെ ആടുകള് ഇടയന്റെ സ്വരം ശ്രവിക്കും. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കൂട്ടം ആടുകൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഒരു 3 പേര് ഈ ആടുകളെ വിട്ട് ശബ്ദമുണ്ടാക്കി ഇവരെ വിളിക്കുന്നുണ്ട്. ഈ ആടുകളെ വിളിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വന്ന് ഇങ്ങനെ ഓരോ ശബ്ദമുണ്ടാക്കി ഇവരെ വിളിക്കുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കണമില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ ഈ 3 ടൂറിസ്റ്റുകൾക്ക് ശേഷം ഇവരുടെ യഥാർത്ഥ ഇടയൻ വന്നിട്ട് ഇവിടെ നിന്ന് ചുമ്മാ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നു. ഉടനെ തന്നെ ഈ ആടുകൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. എല്ലാവരും കൂടി ഇടയന്റെ അടുത്തേക്ക് വരികയാണ്. ഇടയൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഈ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളും പറഞ്ഞത്. പക്ഷെ ഈ ആടുകൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇടയൻ വരുമ്പോൾ, ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ആടുകളൊക്കെ കൃത്യമായിട്ട് ഇടയന്റെ അടുത്തേക്ക് വരികയാണ്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, എന്റെ ആടുകള് എന്റെ സ്വരം ശ്രവിക്കും. നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തിൽ പെട്ടവരല്ല, അത് കാരണം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, നിങ്ങളത് ശ്രവിക്കുന്നില്ല എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മളും ഈശോയുടെ സ്വരം ശ്രവിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ പെട്ട ആടുകളൊക്കെ എൻ്റെ സ്വരം ശ്രവിക്കും എന്ന് പറഞ്ഞാൽ ഈശോയുടെ ദൈവത്തിന്റെ സ്വരം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ സ്വരം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.